തിയേറ്റർ കുലുങ്ങുമെന്ന് പറഞ്ഞു, കുലിക്കായിരുന്നു. അത്ര കുലുക്കൊന്നുമില്ല, സൈലന്റ് മൂവിയാണ്. അത് കണ്ടെന്ന് അറിയണം. LGP കോമ്പോ അത് മാജിക് കണ്ടെന്ന് അറിയണം. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നല്ല പോറ നല്ല പടം. ക്ലാസ് മൂവി. എല്ലാ പ്രശ്നങ്ങൾക്കും ആശ്വസിക്കാം, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ പടം തന്നെയാണ്. നല്ല മേക്കിംഗ്, നല്ല മേക്കിംഗ്, വിഷ്വൽ ട്രീറ്റ് ആണ്. ഓസ്കാർ ലെവലൊന്നും അങ്ങനെയൊന്നും നല്ല ക്യാമറ വർക്കൊക്കെ സൂപ്പറാണ്. ഫൈറ്റ് സീനൊക്കെ പറയാനായിട്ട് വലിയ ഹൈപ്പൊന്നുമില്ല. ലാലേട്ടന്റെ ഇതുണ്ട്, പക്ഷേ പടം നല്ല കഥ മാത്രമേ ഉള്ളൂ. വേറെ പറയാനായിട്ടെന്ന് വെച്ചാൽ ഭയങ്കര ലാഗാണ്. ഭയങ്കര ലാഗിലാണ് പടം പോയത്. ക്ലാസ് മൂവിയാണ്. ലാലേട്ടന്റെ പടം അത് രണ്ടുണ്ട്, അതിന് വേണ്ടി കാത്തിരിക്കുന്നത്. രണ്ടാം ഭാഗം ഉണ്ടായിരുന്നു, അതിന് കാത്തിരിക്കുന്നത്. ലിജോ മൂവി കിടില പടം. സംഭവം ഇருக்கு. തിയേറ്റർ കുലുങ്ങുമെന്ന് പറഞ്ഞു, കുലിക്കായിരുന്നു. അത്ര കുലുക്കൊന്നുമില്ല, സൈലന്റ് മൂവിയാണ്. ലിജോ പല്ലിശ്ശേരി സിനിമയാണ്, നല്ല പടം. ലിജോ പല്ലിശ്ശേരി സിനിമ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഇതായിട്ടാണ്. അപ്പം അത് ഇമോഷണലി ഭയങ്കരമായിട്ട് വരുന്നില്ല. ഫസ്റ്റ് ഹാഫ് ഫുൾ ഒരു ലോ പേസിലേക്കാണ് പോകുന്നത്. ലോ പേസിൽ നമ്മൾ ഒട്ടും കണക്ട് ചെയ്യാത്ത രീതിയിലാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇവർ കുറച്ചുകൂടെ ബിൽഡപ്പ് കൊടുത്ത് നമ്മുടെ ആ ഒരു കഥയിലേക്ക് ലയിക്കുകയാണ് ഫസ്റ്റ് ഹാഫ്. പക്ഷേ എന്നിരുന്നാലും ഒരു ശോകം സെക്കൻഡ് ഹാഫിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അവസാനത്തെ ഒരു മിനിറ്റിലാണ് സിനിമയുടെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ആ ഒരു കാണിക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ ആ ഒരു 99% സിനിമയുടെ ആ ഒരൊറ്റ ആ ഒരു അവസാനം കാണിച്ച ഒരൊറ്റ മിനിറ്റിൽ എനിക്ക് പേഴ്സണലി തോന്നി ഈ ഒരു സാധനം സിനിമയിൽ ഉടനീളം കിട്ടിയിരുന്നെങ്കിൽ വേറെ ലെവലാവുമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതാണ്. പിന്നെ ഇതിൻ്റെ ആർട്ട് വർക്ക് ഒരു രക്ഷയില്ല. കാരണം അവർ മരിച്ച് പണിയെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഉടനീളം കാണാൻ പറ്റും. ഇതിൻ്റെ ക്യാമറ ആയിരുന്നാലും ആർട്ട് വർക്ക് ആയിരുന്നാലും വളരെ മികച്ച രീതിയിൽ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു സിനിമ മൊത്തം ഇങ്ങനെ ശോകം ഇങ്ങനെയൊക്കെ പോയി. അവസാനത്തെ ആ ഒരു മിനിറ്റിൽ ഞാൻ കണ്ട കാര്യം, കാണിച്ചൊരു കാര്യം, അപ്പം അങ്കോ ഭയങ്കര ഇത് എന്ന് പറയുന്നില്ല ഞാൻ. ആ ഒരു കാര്യം എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് സിനിമയിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇടയ്ക്കിടയ്ക്കെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വേറെ ലെവലിൽ പോകുമായിരുന്നു. കാരണം നമുക്ക് അഭിമാനത്തോടെ മറ്റ് ഭാഷ ഇൻഡസ്ട്രിയിൽ